Hi all, welcome to Tech PSC. അസിസ്റ്റന്റ് പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അസിസ്റ്റന്റ് മാനേജർ ഐ ടി എന്നീ തസ്തികകളുടെ എക്സാം ഡേറ്റ് വരുന്ന മെയ് 20-നാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്താകും, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 442/2025 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 15,499 പേരാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നോക്കിക്കേ, 12,969 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പോസ്റ്റ് ആണ് വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡ്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 460/2025 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 13,514 ആണ്. അതിൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നോക്കിക്കേ, 11,217 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ പോസ്റ്റ് ആണ് മാനേജർ ഐ ടി ഇൻ മത്സ്യഫെഡ്. അതിന്റെ കാറ്റഗറി നമ്പർ 609/2025 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 915. അതിൽ കൺഫർമേഷൻ കൊടുത്തത് വെറും 834 പേരാണ്. ഇനി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഐ ടി ഇൻ മത്സ്യഫെഡ്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 614/2025 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 9,921. അതിൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 8,524 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് 20/5/2026 മെയ് 20-നാണ് പരീക്ഷാ തീയതി വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ കൂടി നോക്കാം. സിലബസ് ഓവർവ്യൂ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 8 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂള് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. രണ്ടാമത്തെ മൊഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 14 മാർക്കും, ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. നാലാമത്തെ മൊഡ്യൂൾ വരുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++/ജാവ 12 മാർക്കിന്റെ മൊഡ്യൂളും, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ആറാമത്തെ മൊഡ്യൂൾ ആണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കും. ഇനി അടുത്ത മൊഡ്യൂൾ വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്കിന്റെ മൊഡ്യൂൾ. അങ്ങനെ 300 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്താവുന്ന. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന്റെ ട്രെൻഡ് പ്രകാരം ഇപ്പൊ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാ ആൾക്കാരും പരീക്ഷ എഴുതാൻ പോകാറില്ല. ഇപ്പൊ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കണ്ടു, അതിൽ നിന്ന് എത്രയോ പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ കൺഫർമേഷൻ കൊടുത്ത എല്ലാ ആൾക്കാരും തന്നെ പരീക്ഷ പോയി എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ടോട്ടൽ കൺഫർമേഷൻ കൊടുത്തതിൽ ഒരു ശരാശരി നോക്കുവാണെങ്കിൽ ഒരു 70% ആൾക്കാർ മാത്രമേ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകത്തുള്ളൂ. ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൽ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്ത് പോകുന്നത് വെറും 30% ആയിരിക്കും. ഒരുപാട് ആൾക്കാർ ചുമ്മാ ഈ എക്സാം ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് സിലബസ് പോലും നേരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരും പോയി പരീക്ഷ എഴുതാറുണ്ട്. അപ്പൊ ഈ 70% ആൾക്കാർ തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത് വളരെ കുറവാണ്. 30% ആൾക്കാർ മാത്രമായിരിക്കും അപ്രോക്സിമേറ്റ്ലി പോകുന്നത്. അതിൽ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷനും നടത്തി പോകുന്ന അതിൽ നിന്ന് നേർപകുതിയായിരിക്കും. ഏകദേശം ഒരു 15% ആൾക്കാർ മാത്രമേ ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷനും നടത്തിയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ വെച്ചിട്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷനും മാത്രം അറ്റൻഡ് ചെയ്ത് ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോയാൽ നമുക്ക് ഒരിക്കലും ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷനും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് പോകുന്ന 10% സ്റ്റുഡൻസ് മാത്രമായിരിക്കും. അതിൽ തന്നെ കംപ്ലീറ്റ് സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് റിവിഷൻ നടത്തി ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് റൈറ്റ് മെന്റർഷിപ്പോടുകൂടി റൈറ്റ് ഗൈഡൻസോട് കൂടി പോകുന്ന വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എടുക്കുമ്പോൾ ടോട്ടൽ 5% ആൾക്കാർ മാത്രമായിരിക്കും കംപ്ലീറ്റ് രീതിയിൽ ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്ത് ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് റൈറ്റ് മെന്റർഷിപ്പോട് കൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പരീക്ഷ എഴുതുന്നതിൽ 5% ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഏറ്റവും റിയൽ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ഒരു 56ഓളം ദിവസം മുന്നിലുണ്ട്.
അപ്പൊ നമ്മൾ ഇതുവരെയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ട്. നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ച് അതിന്റെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് റിവിഷൻ നടത്തി നമുക്ക് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാം. നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് മിസ്സാക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് TechPSC ഒരു എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് സിലബസിന്റെ ക്ലാസ്സസ് അതിൽ ലൈവും ഉണ്ടാകും, റെക്കോർഡഡ് സെഷനും ഉണ്ടായിരിക്കും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ഗൈഡൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് TechPSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. TechPSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.